ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ വീക്കെൻഡ് ആൻഡ് നമ്മൾ ഓർത്തു വൈ നോട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്ന് കുക്ക് ചെയ്താലോ എന്ന്. സോ ടുഡേസ് സ്പെഷ്യൽ ഇസ് നഗറ്റ് ചില്ലി ആൻഡ് ഫ്രൈഡ് റൈസ്. ആഹാ, ഞങ്ങൾ 4 പേരും കൂടെ ഫുൾ സെറ്റ് ആയിട്ട് പൊഞ്ചിയുടെ മോട്ടിവേഷനും കണ്ടിട്ട് അങ്ങ് കുക്കിംഗ് തുടങ്ങി. ഫസ്റ്റ് തന്നെ അണിയൻസ് ആഡ് ചെയ്തു. അതിന്റെ കൂടെ സൈഡിൽ നമ്മളാണെങ്കിൽ നഗറ്റ്സ് ഒന്ന് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 സൈഡും എയർ ഫ്രൈ ചെയ്ത് കിട്ടി നമ്മൾ സൈഡിൽ എടുത്ത് വെക്കുക. എന്നിട്ട് അമ്മയാണെങ്കിൽ കാശ്മീരി ചില്ലി ആഡ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് സ്റ്റിർ ചെയ്യുവാണ്. സൈഡിലാണെങ്കിൽ നമുക്ക് നഗറ്റ്സ് എയർ ഫ്രൈ ചെയ്ത് കിട്ടിയത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചു. സുനിതാന്റി ആണെങ്കിൽ നേരെ പോയിട്ട് സാലഡ് ഉണ്ടാക്കാൻ ഓർത്തു, കാരണം പണി തീരുമല്ലോ. നഗറ്റ്സ് ആണെങ്കിൽ 2 ബാച്ച് ആയിട്ടാണ് കേട്ടോ നമ്മൾ വെച്ചത്, കാരണം കുറച്ചധികം നഗറ്റ്സ് നമുക്ക് വേവിക്കാനുണ്ടായിരുന്നു. നഗറ്റ്സ് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള തിക്ക് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി യൂഷ്വലി കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കന്ന് കോൺഫ്ലോർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരോറൂട്ട് പൗഡർ ആഡ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ സോയാ സോസും കെച്ചപ്പും ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ലൈമും. ആൻഡ് ദെൻ വി പോർഡ് ദിസ് തിങ് ടു ദ മിക്സ്ചർ ആൻഡ് നല്ല പോലെ സ്റ്റിർ ചെയ്യുക, ഇളക്കുക. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമ്മൾ നഗറ്റ്സും കൂടെ ആഡ് ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മുടെ നഗറ്റ് ചില്ലി റെഡി ആയേക്കുവാണ്. വെരി സിമ്പിൾ ആണ്. നമ്മൾ അതിന്റെ കൂടെ തന്നെ ഫ്രൈഡ് റൈസും സാലഡും അച്ചാറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിച്ചു നോക്കി. പക്ഷെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അച്ചാർ ഇല്ലാണ്ട് സാലഡ്, ഫ്രൈഡ് റൈസ് ആൻഡ് നഗറ്റ് ചില്ലിയും കൂടെ കഴിക്കുന്നതാണ്. വെരി സിമ്പിൾ ടു മേക്ക്. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് ലഞ്ച് വളരെ സന്തോഷകരമായിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു.